രാപ്പകൽ ഭേദമന്യേ വിനോദത്തിനായി ആയിരങ്ങൾ എത്തിച്ചേരുന്ന മനോഹര കടൽത്തീരം ഉൾപ്പെടുന്ന പയ്യാമ്പലം ഇപ്പോൾ കടുത്ത തിരഞ്ഞെടുപ്പ് ലഹരിയിലാണ്. കണ്ണൂർ കോർപ്പറേഷൻ പയ്യാമ്പലം ഡിവിഷനിൽ ശക്തമായ ചതുഷ്കോണ മത്സരം നടക്കുന്നു. കണ്ണൂർ കോർപ്പറേഷനിൽ ഇത്തവണ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു ഡിവിഷനാണ് പയ്യാമ്പലം. കോർപ്പറേഷനിൽ ഏറ്റവും കുറഞ്ഞ വോട്ടർമാരുള്ള ഡിവിഷൻ പയ്യാമ്പലമാണ്. 1400-നോടടുത്ത വോട്ടർമാർ മാത്രമാണ് പയ്യാമ്പലത്തുള്ളത്. 1000-ഓടടുത്ത വോട്ടുകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യാറുള്ളത്. കോൺഗ്രസിനെ മാത്രം വിജയിപ്പിച്ചിട്ടുള്ള ചരിത്രമാണ് പയ്യാമ്പലത്തിൻ്റേത്. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഇത്തവണ പയ്യാമ്പലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു. കോർപ്പറേഷൻ ഭരണം UDFന് ലഭിച്ചതാണെങ്കിൽ പി ഇന്ദിര, ശ്രീജ മഠത്തിൽ തുടങ്ങിയ പേരുകളാണ് മേയർ സ്ഥാനത്തേക്ക് പറയപ്പെടുന്നത്. കാരണം നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഒരു ഇവിടുത്തെ കൗൺസിലർ എന്നുള്ള നിലയിൽ ജയസൂര്യേട്ടൻ ചെയ്തിട്ടുള്ള പ്രവർത്തനം അത് മാത്രം മതി നമുക്കിവിടെ UDF സ്ഥാനാർത്ഥി, അത് ഞാനെന്നല്ല ആരായാലും ഏത് സ്ഥാനാർത്ഥി ഇവിടെ വന്നു കഴിഞ്ഞാലും വിജയം ഉറപ്പാണ്. ആ തരത്തിലുള്ള ഒരു നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത്. അഡ്വക്കേറ്റ് പി ഇന്ദിരക്കെതിരെ ഗസൽ ഗായിക അപർണ പുരുഷോത്തമനെയാണ് BJP രംഗത്തിറക്കിയിട്ടുള്ളത്. കണ്ണൂർ സെന്റ് തെരേസാസ് സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പഠനവും ജോലിയുമായി വിവിധ വിദേശ രാജ്യങ്ങളിൽ കഴിഞ്ഞ അപർണ ഇപ്പോൾ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി നാട്ടുകാരോടൊപ്പം ഉണ്ടാകുമെന്നും കോൺഗ്രസിനെ മാത്രം ജയിപ്പിച്ചിട്ടുള്ള പയ്യാമ്പലത്തിൻ്റെ ചരിത്രം മാറാൻ പോവുകയാണെന്നും അപർണ പറയുന്നു. പയ്യാമ്പലത്തിന്റെ ചരിത്രം തന്നെ മാറാൻ പോവാണ്. ഈ വർഷം BJP പയ്യാമ്പലത്ത് വിജയിക്കുന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ട്. ജനങ്ങളുടെ പ്രതികരണമൊക്കെ ആ തരത്തിലാണുള്ളത്. എല്ലാവരും വളരെ സപ്പോർട്ടീവും വളരെ എൻകറേജിങ്ങും ഞങ്ങൾക്ക് ബെസ്റ്റ് വിഷസ് പറഞ്ഞിട്ടാണ് അവരെ വെൽക്കം ചെയ്യുന്നത് തന്നെ. ഇത് തുടക്കം മുതലേ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം തന്നെയായിരുന്നു. ഇപ്പം അത് ഞങ്ങൾക്ക് കൂടിക്കൂടി വരികയാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ആത്മവിശ്വാസം കൂടി വരികയാണ്. സോ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഇവിടെ വിജയം സുനിശ്ചിതമാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി KN ബിന്ദു മത്സരിക്കുന്നു. പാർട്ടി നേതൃത്വം തനിക്ക് സീറ്റ് നിഷേധിച്ചതിനാൽ കോൺഗ്രസ് പ്രാദേശിക നേതാവായ ബിന്ദു പാർട്ടിക്കകത്ത് നിന്ന് പ്രതിഷേധ സ്വരവുമായി മത്സരരംഗത്തെത്തുകയായിരുന്നു. ഞാൻ വർഷങ്ങളായി കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകയാണ്. അവസാന നിമിഷം വരെ എൻ്റെ പേരായിരുന്നു കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരുന്നത്. ബിന്ദു തന്നെയായിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് അവസാന നിമിഷം അത് മാറി മറിഞ്ഞു. അതിൽ മനസ്സ് വേദനിച്ചാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. പയ്യാമ്പലത്തിലെ നല്ലവരായ നാട്ടുകാരിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവർ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. CPM സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് P വിമലാകുമാരി ജനവിധി തേടുന്നു. കണ്ണൂർ ബാറിലെ അഭിഭാഷകയായ വിമലാകുമാരി CPM കണ്ണൂർ ടൗൺ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമാണ്. വളരെ നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷൻ്റെ അഴിമതിക്കും ജനവിരുദ്ധ നയങ്ങൾക്കും
വികസന മുരടിപ്പിനെതിരെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. നമുക്ക് നല്ല ഒരു അഭിപ്രായം തന്നെയാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല പ്രതികരണമാണ്. കണ്ണൂർ കോർപ്പറേഷൻ പയ്യാമ്പലം ഡിവിഷനിൽ ഇത്തവണ കനത്ത മത്സരം നടക്കുന്നു. എക്കാലത്തും കോൺഗ്രസിൻ്റെ സ്വന്തമായിരുന്ന പയ്യാമ്പലത്ത് ആ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഒരാൾ രംഗത്ത് വന്നതോടെ ഇവിടെ മത്സരം പ്രവചനാതീതമാണ്. നിലനിർത്താനും പിടിച്ചെടുക്കാനുമുള്ള പൊരിഞ്ഞ പോരാട്ടം നടക്കുമ്പോൾ പയ്യാമ്പലത്ത് ഓരോ വോട്ടിനും പൊന്നിൻ്റെ വില കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ചിറക്കൽ രാജവംശത്തിൻ്റെ പടനായകനായിരുന്ന മുരിക്കഞ്ചേരി കേളുവിൻ്റെ ചരിത്രമുറങ്ങുന്ന പയ്യാമ്പലം ആരെ വരിക്കും, ആരെയൊക്കെ തിരസ്കരിക്കും എന്നറിയാൻ അടുത്ത ശനിയാഴ്ച വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ക്യാമറാമാൻ ശ്രീജേഷ് വായാട്ടിനൊപ്പം സുരേഷ് നാവത്ത്, കണ്ണൂർ 1.